വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ഫിലിപ്പ് മമ്പാടിനെയും ഭാര്യയെയും മലയാളികൾ പരിചയപ്പെടുന്നത്. ഷോ കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴികളിലേക്ക് പോയി. എന്നാൽ പിന്നീട് വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ വാർത്തകളിൽ മാത്രമല്ല മനുഷ്യഹൃദയങ്ങളിലും ഇടം പിടിക്കുകയായിരുന്നു ഫിലിപ്പ് മമ്പാട്. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ASI ആയി ശ്രദ്ധ നേടിയ ഫിലിപ്പ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലാണ്. പോലീസ് ഉദ്യോഗസ്ഥ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കൗൺസിലിംഗും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമൊക്കെയായി ശ്രദ്ധ നേടിയ ഫിലിപ്പിനെ അറിയാവുന്നവരെയെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് പുതിയ വാർത്ത. പട്ടിണി കിടന്ന് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച കുട്ടിക്കാലത്ത് നിന്നാണ് ഫിലിപ്പ് വളർന്നു വന്നത്. കുട്ടിക്കാലത്തെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. ആകെയുള്ളത് അച്ഛനും അനുജത്തിയും മാത്രമായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുകവലിക്കുവാൻ തുടങ്ങി. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ മദ്യപിക്കാനും പഠിച്ചു. അങ്ങനെയുള്ളൊരു ഫിലിപ്പിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് 2 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. അതിലൊരു ഹതഭാഗ്യനായ വിദ്യാർത്ഥി ഫിലിപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയി. സഹോദരിയാണ് PSCക്ക് അപേക്ഷ അയച്ചത്. മത്സര പരീക്ഷയുടെ തലേന്ന് രാത്രി മദ്യപിച്ച് ഓട്ടോക്കാരനോട് വഴക്കുണ്ടാക്കി പരീക്ഷ നടക്കുന്ന സ്കൂളിലെത്തി. രാത്രി 12 മണിക്ക് സ്കൂളിന്റെ ഇളകുന്ന ജനലുകൾ എടുത്തുമാറ്റി അകത്തു കയറി ബെഞ്ചുകൾ കൂട്ടിയിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് സ്കൂൾ മുറ്റത്തു നിന്നും മുഖം കഴുകി പരീക്ഷാ ഹാളിലേക്ക് പോയി. മാസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെന്ന് സഹോദരിയാണ് വിളിച്ചു പറഞ്ഞത്. 4 മാസം കഴിഞ്ഞപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിനും വിളിച്ചു. അവിടെ കുട്ടികൾക്കൊപ്പം വന്ന മാതാപിതാക്കളുടെ സ്നേഹവായ്പാണ് ഫിലിപ്പിന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഫിലിപ്പ് ഒറ്റയ്ക്കായിരുന്നു. അമ്മ സമീപത്ത് വേണമെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. കേരള പോലീസിൽ സെലക്ഷൻ കിട്ടിയ ശേഷം ട്രെയിനിങ് ക്യാമ്പിലും ലഹരി തേടിപ്പോയി. അവിടെ മുടിവെട്ടാൻ വരുന്ന ആളുകൾ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികൾ ഉപയോഗിച്ച് ലഹരിയുടെ ദാഹം തീർത്തിട്ടുണ്ട് ഫിലിപ്പ്. പരിശീലനം കഴിഞ്ഞ് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലിയായി. അങ്ങനെയിരിക്കെ കല്യാണവും കഴിഞ്ഞു. മദ്യപിക്കില്ല എന്ന ഭാര്യയോട് കള്ളം പറഞ്ഞിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ ഫിലിപ്പിനോടൊപ്പം പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വന്ന ഭാര്യ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. ഒടുവിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിൽ ഭാര്യ ഡോളി പട്ടിണി കിടന്നു. 6 ദിവസം വെള്ളം മാത്രം കുടിച്ചായിരുന്നു ഭർത്താവിനോടുള്ള ഡോളിയുടെ പ്രതിഷേധം. ലഹരിക്കെതിരെയുള്ള ഭാര്യയുടെ പോരാട്ടത്തിനു മുന്നിൽ ഫിലിപ്പ് കീഴടങ്ങി. ഭാര്യയുടെ തലയിൽ കൈവച്ച് ചെയ്ത സത്യവും ബൈബിൾ തൊട്ട് ചെയ്ത സത്യങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിയ ഫിലിപ്പ് ആശുപത്രിയിൽ വെച്ച് അവസാനമായി ചെയ്ത സത്യമാണ് ഫലവത്തായത്. പിന്നീട് മദ്യപാനാസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. പരീക്ഷണത്തിന്റെ നാളുകളായിരുന്നു അതെല്ലാം. കാലുകൾ അകന്നു പോകുന്നു, കൈകൾ അകന്നു പോകുന്നു, പള്ളിയിൽ നിൽക്കാൻ കഴിയുന്നില്ല, കുരിശു വരയ്ക്കാൻ കഴിയുന്നില്ല, കുരുമുളക് ഡെപ്പിക്കകത്താക്കി കൊണ്ടു നടന്ന് അത് ചവച്ച് എരിവിറക്കി അതിലൂടെ ഒരു പിടിച്ചു നിർത്തൽ ശ്രമം നടത്തി. അങ്ങനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോകാതെ ഭാര്യയുടെയും അമ്മയുടെയും മുഖമെല്ലാം ഓർത്തുകൊണ്ട് ലഹരിയിൽ മുങ്ങിയ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുകയായിരുന്നു ഫിലിപ്പ്. അപ്പോഴാണ് എന്തുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൂടാ എന്ന ചിന്ത ഉദിച്ചത്. പിന്നീട് ഫിലിപ്പും സുഹൃത്ത് മഹേഷ് ചിത്രവർണ്ണവും ചേർന്ന് ഒരു സാമ്പത്തികവും വാങ്ങാതെ കലാലയങ്ങളിലും കവലകളിലും എല്ലാം പോയി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തി ശ്രദ്ധ നേടുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.